വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആലുവ ടൗണിൽ നിന്ന് വെറും 10 മിനിറ്റിൽ എത്തിച്ചേരാൻ പറ്റുന്ന ലൊക്കേഷൻ, അതും ആലുവ രാജഗിരി ഹോസ്പിറ്റലിന് അടുത്തായിട്ട്. രാജഗിരി ഹോസ്പിറ്റലിലേക്ക് വെറും 5 മിനിറ്റിൽ എത്തിച്ചേരാൻ പറ്റുന്ന ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. 3.25 സെൻറ്റ് സ്ഥലത്ത് 1400 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സ്പേസുകളും കൂടിയാണ് ഈ ഒരു വീട് വരുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. വീടിൻ്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ടെക്സ്ചർ വർക്കുകളും ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ, സ്പോട്ട് ലൈറ്റും 2-വേ ലൈറ്റും ഒക്കെ കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. 3.5 മീറ്ററോളം ഇൻറ്റേർണൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ്. ഇൻ്റർലോക്ക് കട്ടകളാണ് റോഡിൽ വിരിച്ചിരിക്കുന്നത്. കോമ്പൗണ്ട് വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ എലിവേഷനോട് മാച്ച് ചെയ്യുന്ന കളർ കോമ്പിനേഷൻ നൽകി 2-വേ ലൈറ്റ് നൽകിയാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഒരു വിക്കറ്റ് ഗേറ്റും വരുന്നുണ്ട്. ഇതുകൂടാതെ മെയിൻ ഗേറ്റും ഉണ്ട്. മെയിൻ ഗേറ്റിൽ 3.3 മീറ്ററാണ് ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. സ്ലൈഡിംഗ് ഗേറ്റാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഗേറ്റിനോട് ചേർന്ന പില്ലറിൽ ഷോ ലൈറ്റും നൽകിയിട്ടുണ്ട്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇൻ്റർലോക്ക് കട്ടകൾ പാകിയ ഒരു മുറ്റത്തേക്കാണ്. വടക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് ഒരു കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. ഇവിടെയായിട്ടാണ് ആ കാർ പാർക്കിംഗ് വരുന്നത്. 16 അടിയോളം നീളവും 11 അടിയോളം വീതിയുമാണ് ഈ ഒരു കാർ പാർക്കിംഗ് സ്പേസിന് ഉള്ളത്. ഇവിടെയായിട്ട് ഒരു പവർ പോയിന്റും നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് സൈഡായ വടക്ക് ഭാഗത്തേക്ക് പോകുമ്പോൾ 6 അടിയിലേറെയാണ് വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് 2 വീലർ പാർക്കിങ്ങിനുള്ള സ്പേസ് അവൈലബിൾ ആണ്. ഇവിടെയും ഇൻ്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു സൈഡിലായിട്ട് ഒരു പ്ലാന്റർ ബോക്സ് നൽകിയിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഈസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 5.5 അടിയോളമാണ് ഈ ഒരു ഭാഗത്തെ വിട്ട് വരുന്നത്. ഇവിടെയെല്ലാം മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയാണ് നമുക്ക് വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷനായിട്ട് വരുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ സൗത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 6.5 അടിയിലേറെയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്ത് മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. അത്യാവശ്യം ഒരു വെജിറ്റബിൾ ഗാർഡൻ ഒക്കെ ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് ലഭിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ വെസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 3 അടിയോളമാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തും ഇൻ്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ടൊരു ടാപ്പും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 9 അടിയോളം നീളവും 5 അടിയോളം വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. അത്യാവശ്യം ചെയറൊക്കെ ഇടാനുള്ള സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. കൂടാതെ ഇവിടെയായിട്ട് വലിയൊരു ഷൂറാക്കോ അല്ലെങ്കിൽ ഒരു സീറ്റിംഗ് യൂണിറ്റ് ചെയ്യാനുള്ള സ്പേസും ലഭിക്കുന്നുണ്ട്. വടക്ക് ദർശനമായിട്ടാണ് ഈ വീടിൻ്റെ മെയിൻ ഡോർ വന്നിരിക്കുന്നത്. മഹാഗണിയിൽ 2 പാളികളായിട്ട് വലിയ 2 വുഡൻ ഹാൻഡിലും നൽകിയാണ് ഈ ഒരു മെയിൻ ഡോർ വന്നിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ലിവിംഗ് റൂമിലേക്കാണ്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ലിവിംഗ് റൂമിന് 12.5 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. വലുപ്പമുള്ള ഒരു കോർണർ സോഫ സെറ്റിനും ഒരു കോഫി ടേബിളിനുമുള്ള സ്പേസ് നമുക്ക് ഈ ലിവിംഗ് റൂമിൽ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റിന് താഴെയായിട്ട് സ്റ്റോറേജും സൈഡിലായിട്ട് ഡെക്കർ സ്പേസും ഒക്കെ വരുന്നുണ്ട്. വളരെ ഭംഗിയുള്ള ഒരു പാനലിംഗ് ആണ് TV യൂണിറ്റിന് നൽകിയിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊഫൈൽ ലൈറ്റും LED ലൈറ്റും ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു പാർട്ടീഷൻ കാണാം. 2 സൈഡിലും പാർട്ടീഷൻ നൽകിയിട്ടുണ്ട്. പാർട്ടീഷനകത്ത് ഡെക്കർ സ്പേസ് ഒക്കെ കൊടുത്ത് സ്പോട്ട് ലൈറ്റ് നൽകിയിട്ടുണ്ട്. മുകളിലായിട്ട് ഭംഗിയുള്ള ഒരു CNC കട്ടിംഗ് ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. മുകളിലും സ്പോട്ട് ലൈറ്റും നൽകിയിട്ടുണ്ട്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ ക്ലോസ്ഡ് കിച്ചൺ വരുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത്. 13 അടിയോളം നീളവും 11.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഒരു 12 സീറ്റർ ഡൈനിങ് ടേബിൾ വരെ ഈസി ആയിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഈസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് പ്രൊഫൈൽ ലൈറ്റ്, സ്പോട്ട് ലൈറ്റും LED ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്ത് കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. ഈ ഒരു സ്പേസ് ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് വരുന്നത്. ഇവിടെയും സീലിംഗിൽ പ്രൊഫൈൽ ലൈറ്റും സ്പോട്ട് ലൈറ്റും LED ലൈറ്റും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കോർണറിലേക്ക് മാറിയാണ് നമ്മുടെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അക്കോർഡ് എന്ന് പറയുന്ന കമ്പനിയുടെയാണ് വാഷ് കൗണ്ടർ വന്നിരിക്കുന്നത്. താഴെയായിട്ട് സ്റ്റോറേജും വലുപ്പമുള്ള ഒരു മിററും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മുടെ താഴത്തെ നിലയിൽ ബെഡ്റൂം വരുന്നത്. ഈ വീട്ടിൽ GMൻ്റെ സ്വിച്ചസും V-ഗാർഡിൻ്റെ വയസ്സുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ ഗ്ലോസി പാറ്റേണിലുള്ള ടൈലാണ് വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ക്ലോസ്ഡ് കിച്ചൺ വരുന്നത്. നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലുള്ള ഈ ഒരു ക്ലോസ്ഡ് കിച്ചണിന് 11.5 അടിയിലേറെ നീളവും 10.5 അടിയോളം വീതിയുമാണ് ഉള്ളത്.
നോർത്തിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വരുന്നത്. 3 ഡോറിൻ്റെ ഒരു വിൻഡോയും നൽകിയിട്ടുണ്ട് നോർത്തിലേക്ക്. ഈസ്റ്റിലേക്ക് 2 ഡോറിൻ്റെ വിൻഡോ ആണ് വരുന്നത്. കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് വരുന്നത്. 2 ലെയറായിട്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പവർ പോയിന്റും കാര്യങ്ങളും അത്യാവശ്യം നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് വലുപ്പമുള്ളൊരു സിങ്കും 2 ടാപ്പുമാണ് നൽകിയിരിക്കുന്നത്. കിച്ചണിലും മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്രിഡ്ജിനുള്ള പോയിന്റ് ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട്. കൂടാതെ ഇവിടെയായിട്ട് നമുക്ക് ഫ്രിഡ്ജിനുള്ളൊരു പോയിന്റ് ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിൻ്റെ ഡോർ സ്കിൻ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 12.5 അടിയിലേറെ നീളവും 10 അടിയോളം വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 2 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിൻ്റെ ഒരു കോർണറിലായിട്ട് മൂവബിളായിട്ടുള്ള ഒരു വാൾഡ്രോബ് നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ നമുക്ക് ഈ ഒരു സ്പേസിലായിട്ട് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റിനുള്ള സ്പേസ് കൂടി കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് ഇനി ഡ്രസ്സിംഗ് യൂണിറ്റിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ഒരു വാഷ് കൗണ്ടറും മിററും നൽകിയിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബാത്റൂമിൽ മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. സെറയുടെ വാട്ടർ ക്ലോസറ്റാണ് നൽകിയിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം ടൈലിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ വുഡും MS ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ സ്റ്റെയറിനോട് ചേർന്ന വോളിലായിട്ട് ഈസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോ നൽകിയിട്ടുണ്ട്. മുകളിലായിട്ട് സീലിംഗിൽ പ്രൊഫൈൽ ലൈറ്റ്, സ്പോട്ട് ലൈറ്റും LED ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർ കയറി നമ്മൾ വരുന്നത് ഒരു ചെറിയ അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. 11.5 അടിയോളം നീളവും 6.5 അടിയോളം വീതിയുമാണ് ഈ ഒരു സ്പേസിനുള്ളത്. ഇവിടെയായിട്ട് 2-3 പവർ പോയിന്റും കാര്യങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ TV ഹാങ് ചെയ്യാം, ഇല്ലെങ്കിൽ ഒരു ഓഫീസ് ടേബിളോ സ്റ്റഡി ടേബിളോ ഒക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇത് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇത് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറ് സ്കിൻ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 10.5 അടിയിലേറെ നീളവും 9.5 അടിയോളം വീതിയുമാണ് ഉള്ളത്. വെസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയും നോർത്തിലേക്ക് 2 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി മൂവബിളായിട്ടുള്ള ഒരു വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ഒരു വാഷ് കൗണ്ടറും മിററും നൽകിയിട്ടുണ്ട്. സെറയുടെ വാട്ടർ ക്ലോസറ്റ് ആണ് വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ഒരു ബാത്റൂമും വരുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും സ്കിൻ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 11 അടിയോളം നീളവും 8.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. നോർത്തിലേക്ക് 3 ഡോർ വിൻഡോയും ഈസ്റ്റിലേക്ക് 2 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി വലിപ്പമുള്ള ഒരു വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെ ഫൈബർ ഡോർ ആണ് വരുന്നത്. ഇനി ബാത്റൂം ഫിറ്റിംഗ്സ് വരാനുണ്ട്. സെറയുടെ വാട്ടർ ക്ലോസറ്റും കാര്യങ്ങളുമാണ് വരാനായിട്ടുള്ളത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. സ്പേഷ്യസ് ആയ ഈ ഒരു യൂട്ടിലിറ്റി സ്പേസിന് 28 അടിയോളം നീളവും 5.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കോർണറിലായിട്ടാണ് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. ഓപ്പോസിറ്റ് എൻഡിലാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ബാൽക്കണി വരുന്നത്. 9.5 അടിയോളം നീളവും 5.5 അടിയോളം വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. ഹാൻഡ് റെയിൽ MS-ലാണ് ചെയ്തിരിക്കുന്നത്. ഈ കോർണറായിട്ട് വരുന്ന പില്ലറിനും ഈ ഒരു സൈഡിലെ വോളിനും ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്താണ് വന്നിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 650 മീറ്റർ, രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 2.5 കിലോമീറ്റർ, ആലുവയിലേക്ക് 4.5 കിലോമീറ്റർ, മെട്രോ സ്റ്റേഷനിലേക്ക് 5 കിലോമീറ്റർ, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും 9 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 16 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 12 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 15 കിലോമീറ്റർ, കാക്കനാടേക്ക് 16 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസ് ആയി വരുന്നത്. 3.25 സെന്റ് സ്ഥലത്ത് 1400 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സ്പേസോടും കൂടിയ ഈ വീടിന് ചോദിക്കുന്നത് 52 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേസിംഗ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.